ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാൻ കാല് വെച്ച ദിവസത്തിൽ തന്നെ സ്തോത്രം ഹല്ലേലൂയ കൊണ്ടിട്ടവൻ അറിഞ്ഞുകൂടാ. കാല് വെച്ച ദിവസം തന്നെ യോഹന്നാൻ പറയുകയാണ്, കർത്താവിൻ്റെ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. ഒന്ന് കയറി പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അകം കൊണ്ട് മുറിവേറ്റവൻ, മനസ്സ് മുറിഞ്ഞവൻ, ശരീരം മുറിഞ്ഞവൻ, ജീവിതം തകർന്നവൻ. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, സാഹചര്യം പത്മോസാണ്, കൺമുൻപിൽ മരണമാണ്. സ്വതം രക്ഷപ്പെടാമെന്ന് വിചാരിച്ച ചുറ്റും കടലാണ്. സ്വതം ഹല്ലേലൂയ. എങ്ങോട്ട് പോകാൻ, കേൾക്കാനൊരാളില്ല, പറയാനൊരാളില്ല. എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ചലിക്കാൻ കഴിയാതെ നമ്മളാണെങ്കിൽ ഒന്ന് സ്തോത്രം പനി വന്ന ആരാധിക്കാൻ പറ്റുന്നില്ല, കൈയടിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. ഉപവസിക്കുന്നില്ല. ഇന്നത്തെ ഉപവാസം വേണ്ട, ചെറിയൊരു തലവേദന ഹെഡ് പെയിനാണ്. അതുകൊണ്ട് വേണ്ടെന്ന് പറയും. പക്ഷേ സ്തോത്രം ശരീരം മുറിഞ്ഞവനും കർത്തൃ ദിവസത്തിൽ ആത്മാവിൽ നിറഞ്ഞു. അവനതൊരു പ്രതികൂലമല്ലായിരുന്നു. അവൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ കർത്തൃ ദിവസത്തിൽ അവനെ ആത്മനിറവിലാക്കുന്നതിൽ അവനെ തടസ്സപ്പെടുത്തിയില്ല. അവൻ്റെ ചുറ്റുപാടുമുള്ള മരണത്തിൻ്റെ സാഹചര്യങ്ങൾ അവനെ കർത്തൃ ദിവസത്തിൽ ആത്മനിറവിലാക്കുന്നതിൽ അവനെ തടസ്സപ്പെടുത്തി ഇനി ഭാവിയില്ല എന്ന ചിന്തകൾ അവനെ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനാക്കുന്നതിൽ നിന്നും അവനെ തടസ്സപ്പെടുത്തില്ല. അർത്ഥം, നിന്റെ മുറിവുകൾ നിന്നെ ആത്മാവിൽ നിറയ്ക്കുന്നതിന് ഒരു തടസ്സമാകാൻ ദൈവം അനുവദിക്കുകയില്ല. കർത്താവിന്റെ ദിവസത്തിൽ ആത്മാവിൽ നിറയുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഒരാമേൻ പറയാമോ? ഇന്ന് പകല് കർത്താവിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് പകല് ദൈവം നമ്മുടെ കരം ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ചലിക്കുന്നുണ്ട്. നിങ്ങളുടെ മുറിവുകൾ വെച്ച് എനിക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല എന്നാരും പറയരുതേ. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിനൊരു ഇടപെടൽ ഉണ്ടെങ്കിൽ, ഇന്ന് പകലക്കാലം എത്ര വലിയ മുറിവുണ്ടെങ്കിലും അതിന്റെ നടുവിൽ നിന്ന് ആത്മനിറവിലാകുവാൻ, അതിന്റെ നടുവിൽ നിന്ന് ആത്മാവിൽ നിന്ന് ബലപ്പെടുവാൻ സാഹചര്യങ്ങൾ ഇല്ലതാണ്. സാഹചര്യം പത്മോസാണ്, ഇവിടെ കൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞാലും ആ ദിവസത്തിൽ, കർത്തൃ ദിവസത്തിൽ, ആത്മാവിലാകേണ്ട ദിവസത്തിൽ തന്നെ ദൈവം തന്നെ അതിനകത്ത് നിറച്ചിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിശദീകരിച്ച് പറയാം. ആമേശത്തും ഹല്ലേലൂയ. ഈ പത്മോസ് എന്ന ദ്വീപിനകത്തേക്ക് യോഹന്നാനെ കൊണ്ടുവന്നിട്ടു. ഇട്ടപ്പോഴത്തേക്ക് ആകപ്പാടം മാനസികമായിട്ടൊക്കെ തകർന്ന് മനുഷ്യൻ വല്ലാത്തൊരു പരിവുമായി. ഇന്ന് പകൽക്കാലം ആമേശ്വത്രം എന്നെ കേൾക്കുന്നവരാരെങ്കിലും മാനസികമായി തകർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്തൃ ദിവസത്തിൽ നിങ്ങൾ ആത്മവിവശരാകും. പ്രൈസ് ലോർഡ്. നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് കയറി വാ. നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിന് നിങ്ങൾ എത്ര പിറകോട്ട് പോയോ അതിനേക്കാൾ ഒരൊറ്റ പിക്കപ്പിൽ കർത്താവ് പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് എത്ര നഷ്ടം വന്നോ നിങ്ങൾ ഇന്ന് നിൽക്കേണ്ട അതേ തലത്തിലേക്ക് സ്വർഗം നിങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇനി നിങ്ങൾ എങ്ങനെ ഈ പടവുകൾ ചവിട്ടിപ്പോകും? നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇനി ഇവൻ എങ്ങനെ മുമ്പോട്ട് ഓടിപ്പോകുമെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളുടെ നടുവെ കർത്താവ് ഒരൊറ്റ കൈവെപ്പിനാൽ കർത്താവ് നമ്മളെ പൊക്കി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി, ശരീരം മുറിഞ്ഞവൻ, ഹൃദയം മുറിഞ്ഞവൻ, ഇവൻ എങ്ങനെ ആരാധിക്കുമെന്ന് പിശാചൻ ചിന്തിച്ചു. പക്ഷേ ദൈവത്തിന്റെ ആത്മനിറവുള്ളവൻ കർത്തൃ ദിവസത്തിൽ ആത്മാവിൽ നിറഞ്ഞു. പറയാമോ? നിങ്ങൾ നൈജീരിയയിൽ ഇരുന്നാലും, നിങ്ങൾ അമേരിക്കയിൽ ഇരുന്നാലും, നിങ്ങൾ ആരാധിക്കാൻ കഴിയാതെ നിങ്ങളൊരു ഞായറാഴ്ച പോകാൻ പറ്റില്ല, നിങ്ങൾ രോഗിയായിട്ട് വീട്ടിൽ പൂർണ്ണമായിട്ട് കിടപ്പാണ്. പക്ഷേ നിങ്ങൾ വീട്ടിനകത്ത് ആത്മാവിൽ നിറയും. കർത്താവിന്റെ ദിവസമാണെങ്കിൽ നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞിരിക്കും. സ്വത്രം ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്നല്ലേ? ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നതിന് നിങ്ങളുടെ മുറിവിനെ തടയാൻ കഴിയില്ല, നിങ്ങളുടെ സാഹചര്യത്തിന് തടയാൻ കഴിയില്ല, നിങ്ങളുടെ പ്രതിബന്ധങ്ങൾക്ക് തടയാൻ കഴിയില്ല. നിങ്ങളുടെ മേൽ ഒരു ആത്മനിയോഗമുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് തന്നെ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പ്രതികൂലം വരികയാണ്, നിങ്ങൾക്കൊരു സാഹചര്യം വരികയാണ്. ഇവിടെ യോഹന്നാന്റെ മുമ്പിൽ മരണമാണ്. യോഹന്നാന്റെ മുമ്പിൽ ഇനി ആരും സംസാരിക്കരുത്, വായ് തുറന്ന് സംസാരിക്കാൻ ആരുമില്ല. യോഹന്നാന്റെ മുമ്പിൽ കടലാണുള്ളത്. യോഹന്നാന്റെ മുമ്പിൽ സ്തോത്രം ഇനി ജീവിതത്തിനകത്ത് രക്ഷപ്പെടാൻ ഒരു ചാൻസുമില്ല. രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ലെങ്കിലും, ആരും കേൾക്കാനില്ലെങ്കിലും, മുറിവാണെങ്കിലും ഒറ്റ കാര്യം ചെയ്താൽ മതി, ആത്മാവിൽ ആരാധിച്ചാൽ മതി. ആത്മാവിൽ ആരാധിച്ചാൽ മതി. ആമീൻ, ആമീൻ. ആർക്കും വേണ്ടി എന്നെ ഭാഷ പറയില്ലേ, പറയുമ്പോൾ അങ്ങ് ശക്തമായിട്ട് പറയാം.
പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് കയറി അങ്ങ് പ്രാർത്ഥിക്കണം. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകലക്കാലം ഞാൻ നിങ്ങളൊന്ന് ബലപ്പെടുത്തുകയാണ്. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മനിറവിലായി. ആമേൻ. ഇത് ഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പകലക്കാലം നിങ്ങളിവിടെ തകർന്നായിരിക്കും ഇവിടെ ഇരിക്കുന്നത്, പക്ഷേ ഇന്ന് പകലക്കാലം അവൻ നിങ്ങളെ നിറയ്ക്കുവാൻ വിശ്വസ്തനാണ്. അവൻ നിങ്ങളെ നിറയ്ക്കുവാൻ വിശ്വസ്തനാണ്. അവൻ നിങ്ങളെ ബലപ്പെടുത്തുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ജീവിതത്തിനകത്ത് എല്ലാ സ്വപ്നങ്ങളും തകർന്നു. യാക്കോബ് സ്വന്തം വീട് വിട്ടിറങ്ങി പോവുകയാണ്. നമുക്കറിയാം, ആമേൻ, വീട് വിട്ടൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ മാനുഷിക മാറ്റമൊക്കെ നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ ഒരുപാട്, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിനകത്ത് പ്രയാസമുള്ള കാര്യമാണ് സ്വന്തം വീട് വിട്ട് ആമേൻ നമ്മൾ ഇറങ്ങുക എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ സ്വപ്നങ്ങളും തകർന്ന് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, രാത്രി ഒരു കല്ലെടുത്ത് തലയിനായി വെച്ച് കിടന്ന ഉറങ്ങുന്ന സ്ഥലത്ത് ആമേൻ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സ്വപ്നം അന്ന് യാക്കോബ് കണ്ടു. ഹല്ലേലൂയ. ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നൊരു സ്വപ്നം യാക്കോബ് കണ്ടപ്പോ യാക്കോബിനൊരു കാര്യം മനസ്സിലായി. സ്തോത്രം. ഇന്ന് വരെ ജീവിതത്തെക്കുറിച്ചൊരു സ്വപ്നവുമില്ല. ഞാൻ വഴിയിൽ ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു അനാഥനെ പോലെ കിടക്കുമ്പോൾ ദൂതൻ ഇറങ്ങുന്ന സ്ഥലത്താണ് നീ ഇരിക്കുന്നെങ്കിൽ നീ പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ജീവിതത്തിനകത്ത് പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ഞാനോ അത് അറിഞ്ഞില്ല. ഇന്ന് പകലക്കാലം ഞാൻ ഉറക്കെ വിളിച്ച് പറയാം, ജീവിതം തകർന്നാലും സമ്പത്ത് തകർന്നാലും മനസ്സിനകത്ത് സ്വസ്ഥതയില്ലെങ്കിലും ദൈവദൂതന്മാരിറങ്ങുന്ന ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തോട്ട് കയറിയ ജീവിതത്തിനകത്ത് പുതിയ നാമ്പുകൾ വരാൻ, ശുശ്രൂഷയ്ക്കകത്ത് പുതിയ നാമ്പുകൾ വരാൻ, പ്രാർത്ഥനയ്ക്കകത്ത് പുതിയ സ്വപ്നങ്ങൾ കടന്നു വരാൻ, ദൈവ കൃപയുള്ളിടത്ത് ഇരുന്നാൽ വിശുദ്ധം അടഞ്ഞു പോയ വഴികളെ തുറക്കുന്നൊരു ദൈവമുണ്ടാവും. യാക്കോബ് കണ്ട സ്വപ്നത്തിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഭൂമിയും സ്വർഗവുമായിട്ട് ബന്ധിക്കപ്പെടുന്ന ഒരു കോവണി. അർത്ഥം നിന്നെ ദൈവ സ്വർഗവുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. രണ്ട്, ദൈവദൂതന്മാരുടെ പോക്കുവരവുകൾ ഇവൻ കണ്ടു. സ്വർഗീയ ഇടപാടുകളെ ദൈവം നിന്നെ അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. മൂന്ന്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ തിരിച്ചറിഞ്ഞു ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകല് സാഹചര്യം എന്തുവാകട്ടെ, നിങ്ങളുടെ ഹൃദയം മുറിയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിരിക്കാം. നിങ്ങളുടെ ഹൃദയം തകരുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിരിക്കാം. നിങ്ങൾ ഉടഞ്ഞു പോകുന്ന സാഹചര്യത്തിനകത്തൂടെ കടന്നു പോയിട്ടായിരിക്കും ഇന്നിവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. പക്ഷേ നിങ്ങളെന്ത് പകൽക്കാലം ഭാരപ്പെടല്ല. നിങ്ങളെ ആത്മാവിൽ നിറച്ച് നിങ്ങളെ ബലപ്പെടുത്തി ഉഠമനമന ദുരമന വിഷ്യ നിങ്ങൾ ബലപ്പെടുത്തി ആത്മാവിൽ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് ആത്മാനിറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും കൈയടിച്ചുകൊണ്ടിരിക്കുന്നല്ല. ആത്മനിറവ് ഒരു അധികാരമാണ്. അവൻ ശൗലിനെ അഭിഷേകം ചെയ്തു, അവന്റെ അധികാരം കൈമാറി. അവൻ ദാവീദിനെ അഭിഷേകം ചെയ്തു, അവന്റെ അധികാരം കൈമാറി. എന്താണ്? അഭിഷേകമുള്ളവന് ഭരണം നടത്താൻ ഒരു അധികാരമുണ്ട്, രാജ്യത്തിന്റെ മേലെ ഒരു അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുക, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഉടഞ്ഞു പോകുന്നതല്ല, ഭരണം നടത്താനുള്ളതാണ്, വാഴുവാനുള്ളതാണ്. ദൈവം എന്നെ അതിനുവേണ്ടി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അഭിഷേകം ദൈവവചനത്തിന്റെ കീഴിൽ നമുക്കൊന്ന് വാഴാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് പറയാം, ഏത് സാഹചര്യങ്ങൾ ഉടഞ്ഞു പോയാലും, ഏത് ചുറ്റുപാടുകൾ ഉടഞ്ഞു പോയാലും, ഈ ആരാധന നിർത്തുന്ന പരിപാടിയില്ല, ഞാൻ കയ്യടി നിർത്തുന്ന പരിപാടിയില്ല, അന്യഭാഷ നിർത്തുന്ന പരിപാടിയില്ല. പ്രാർത്ഥിച്ച ജീവിതത്തിനകത്ത് ഇതുവരെ കാണാത്ത നന്മയ്ക്കകത്തേക്ക് ദൈവം കയറ്റിക്കൊണ്ട് പോകുകയാണ്. ദൈവം എടുത്തുകൊണ്ട് പോകുക തന്നെ ചെയ്യും. ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പക്ഷേ മടുത്തു പോകാതെ അവസാനം വരെ നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടാം. ഈ പത്മോസിൽ യോഹന്നാന്റെ ഹൃദയം തകർന്നു കിടക്കുകയാണ്. ഹൃദയം കിടക്കുന്നവൻ ആരാധിക്കാൻ തുടങ്ങി. പത്മോസ് യോഹന്നാന്റെ ശരീരം മുറിവേറ്റതാണ്. ശരീരം മുറിവേറ്റവൻ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്മോസിൽ യോഹന്നാന്റെ സാഹചര്യം മോശമാണ്. സാഹചര്യം മോശമാണെങ്കിൽ കർത്താവിന്റെ ദിവസത്തിൽ ആത്മനിറവിലായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൊണ്ടുവന്ന് കളഞ്ഞ് അവരെല്ലാവരും ടാറ്റ പറഞ്ഞു പോയി. പക്ഷേ അവനെ ഒറ്റയ്ക്കാക്കാത്ത ഒരു ദൈവം അവന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആ ദൈവത്തിന്റെ കരം കൂടെ ചലിക്കുകയാണ്. ഒരിക്കലൊരു മനുഷ്യൻ അങ്ങനെ ക്ഷീണിച്ച് തള്ളുന്ന ഭാരപ്പെട്ട്
കൊണ്ടിരിക്കുമ്പോൾ ആമേ സ്തോത്രം ദൈവത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ദൈവം അവൻ്റെ അടുക്കൽ വന്ന് നിന്ന് മൃദുവായിട്ടുള്ള സ്വരത്തിൽ അവനോട് സംസാരിക്കുകയാണ്. നിനക്കെന്താണ് ഇവിടെ കാര്യം? ആമേ സ്തോത്രം ഒന്നും മനസ്സിലായില്ല. ആമേ സ്തോത്രം ഒരിക്കൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ആമേ ഹല്ലേലൂയ മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ അയക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവശബ്ദം അവൻ കേട്ടു. ഒരിക്കൽ ഒരു ദൂതൻ സെഖര്യാവിൻ്റെ അടുക്കൽ ഇറങ്ങി പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി മറിയോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞു. പത്രോസിനോട് പറഞ്ഞു, ആമേ സ്തോത്രം ഹല്ലേലൂയ, അവൻ്റെ വിലാപ്പുറത്ത് തട്ടി ചങ്ങലകൾ അഴിഞ്ഞു വീണു, അവൻ അരമുറുക്ക് ചെരുപ്പിട്ട് പുറത്തോട്ട് പോകുക എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ആമേ പ്രവാചകനോട് പറയുകയാണ്, നിനക്കിവിടെ എന്താ കാര്യം? വ്യത്യസ്തമായിട്ടൊരു ശബ്ദവുമായിട്ട് ദൂതൻ ഇറങ്ങി വരികയാണ്. ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടൊരു ശബ്ദം. ആമേ സ്തോത്രം ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരികയാണ്. ആമേ ദൂതൻ വന്ന് പറയുക, നിനക്ക് ഇവിടെ എന്താണ് കാര്യം? നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, നീ മുമ്പോട്ട് പോ, നീ മരണപ്പെട്ടു പോകില്ല, നീ ചോദിക്കുന്ന പോലെ മരണം നടക്കാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് ഞാൻ ചിലത് കാണിക്കാൻ വേണ്ടി പോവുകയാണ്, നിന്നെ കൊണ്ട് ഞാൻ ചിലത് ചെയ്യിക്കാൻ വേണ്ടി പോവുകയാണ്, നിന്നിലൂടെ ഞാൻ ചിലത് പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളിതുവരെ കണ്ടിട്ടില്ലാത്ത ആമേ നന്മകൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് തലമുറയ്ക്കകത്ത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്ന് വന്നാട്ടെ. ആമേ പ്രവാചകനോട് ദൈവം ചോദിക്കണം, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ആന്താ ദൈവമേ നീ അങ്ങനെ ചോദിച്ചത്? കർത്താവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നൊരു വേലയുണ്ട്. അത് പ്രാർത്ഥനയാണ്, അത് ഉപവാസമാണ്, അത് ദൈവത്തിൻ്റെ വേലയാണ്. അതിനകത്ത് മുഴുകിയിരിക്കുക. നിനക്ക് വേണ്ടിയതൊക്കെയും ദൈവം തരും. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ആമേ സ്തോത്രം ദൈവം വഴി തുറന്ന് തരുവാൻ വിശ്വസ്തനാണ്. എല്ലാ കണ്ണുകൾ ദൈവത്തിലേക്ക് അടയ്ക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എനിക്കറിയാം ഞാൻ ഈ പറയുന്ന മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് 100% വിടുതലാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കാതെ വണ്ണം ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടോ? ആമേ സ്തോത്രം ഹല്ലേലൂയ. ചില ഉദ്ഘാടനം നടക്കുന്ന സ്ഥലങ്ങളിൽ മാർബിളിൽ കല്ല് കൊത്തി എഴുതി വെച്ചിരിക്കും, ഇന്ന വർഷം ആമേൻ ഇത് ഈ വർക്ക് ചെയ്തു, ഇന്ന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു, ഇത്ര രൂപ ഇതിൻ്റെ പിന്നെ ചിലവഴിച്ചു എന്നതുപോലെ സാത്താൻ ചിലത് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് നടക്കില്ല. പക്ഷെ ദൈവം പറയുകയാണ്, നീ എത്ര മുറിവേറ്റാലും ഞാൻ നിന്നെ ആത്മനിറവിൽ നിറയ്ക്കാം, നീ എത്ര തള്ളപ്പെട്ടാലും ഞാൻ നിന്നെ ആത്മാവിൽ നിറയ്ക്കും. ആമേ സ്തോത്രം. നിന്റെ സാഹചര്യം എത്ര മോശമായാലും ഞാൻ നിന്നെ ആത്മാവിൽ നിറയ്ക്കും. നിന്റെ ചുറ്റുപാട് എത്ര മരണമായാലും ഞാൻ നിന്നെ ആത്മാവിൽ നിറയ്ക്കും. ഇന്ന് ദൈവം നിന്നെ പിക്കപ്പ് ചെയ്യുന്ന ദിവസമാണ്. കഴിക്കാൻ ആഹാരമില്ലെങ്കിലും ദൈവം നിങ്ങളെ ആത്മാവിൽ നിറയ്ക്കും. ഉടുക്കാൻ നല്ല വസ്ത്രമില്ലെങ്കിലും ദൈവം നിങ്ങളെ ആത്മാവിൽ നിറയ്ക്കും. ആമേ സ്തോത്രം ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ നിങ്ങൾക്ക് നന്മ പുറകെ വരും. ഞാൻ പറയാം, നിങ്ങളത് ബലപ്പെടുത്താൻ വേണ്ടി പറയാം. ആമേ ഇതൊക്കെ പറയാൻ വേണ്ടി പറയുന്നതല്ല. ആമേ കഴിഞ്ഞ ദിവസം ആമേ സ്തോത്രം ഹല്ലേലൂയ ഞാൻ ആരോടും പറഞ്ഞില്ല. ആമേ സ്തോത്രം ഹല്ലേലൂയ എനിക്കുള്ള വാച്ചുകളൊക്കെ കേടായിപ്പോയി. വാച്ച് കെട്ടണമെന്നൊരാഗ്രഹം ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല. പക്ഷേ ആമേ സ്തോത്രം ഹല്ലേലൂയ ഒരു രാത്രി ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ചു, ആമേ സ്തോത്രം മീറ്റിങ്ങിന് വാച്ചൊക്കെ കെട്ടി നിന്നാൽ ആമേ സ്തോത്രം ഹല്ലേലൂയ എങ്ങനെയുണ്ട് പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, അത് നല്ല കാര്യമാണ്, കൊള്ളാം. അത് ആമേ അപ്പോഴും അവനും പറഞ്ഞു, അതൊരു സ്റ്റൈലല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ് ആമേ സ്തോത്രം, കൊള്ളാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്നൊരു പുതിയ വാച്ച് എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് പാസ്റ്റർ മീറ്റിങ്ങിന് പോകുമ്പോൾ കെട്ടണമെന്ന് ഇന്ന് പകലക്കാലം ഏൽപ്പിച്ച് കൊടുത്തോ. നിന്റെ വേദനയ്ക്കകത്ത് നിന്നെ ആത്മാവിൽ നിറച്ച് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലക്കാലം ആമേ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പുസ്തകത്തിനകത്ത് കൈവച്ചൊന്ന് അന്യഭാഷ പറയും. അവർ എഴുന്ന പേനയിൽ കൈവച്ചൊന്ന് അന്യഭാഷ പറയുക, തലമുറയുടെ തലയിൽ കൈവച്ചൊന്ന് അന്യഭാഷ പറയുക, ഭർത്താവിൻ്റെ തലയിൽ കൈവച്ചൊന്ന് അന്യഭാഷ പറയുക, ഭാര്യയുടെ തലയിൽ കൈവച്ചൊന്ന് അന്യഭാഷ പറയുക. ആമേൻ ആമേൻ. പരസ്പരം ആത്മാവിൽ ബലപ്പെടുത്തുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പോയതൊക്കെയും അവൻ ആത്മാവിൽ പുറത്തു തരും. നിങ്ങളുടെ മുറിവൊരു വിഷയമല്ല, നിങ്ങളെ തകർത്തതൊരു വിഷയമല്ല, നിങ്ങളെ ഉടഞ്ഞു കളഞ്ഞത്, നിങ്ങളെ ഉടഞ്ഞു പോയത് ഒരു വിഷയമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അവൻ നിങ്ങളെ മനയും, അവൻ ആത്മാവിൽ നിങ്ങളെ പുറത്തെടുക്കുക. ഹൃദയം മുറിഞ്ഞവനെ ദൈവം ആത്മാവിൽ ബലപ്പെടുത്തുകയാണ്. ശരീരം മുറിഞ്ഞവനെ ദൈവം ആത്മാവിൽ ബലപ്പെടുത്തുകയാണ്. ജീവിതം തകർന്നെന്ന് പറഞ്ഞവനെ ദൈവം ആത്മാവിൽ ബലപ്പെടുത്തുകയാണ്. ഇനി മുമ്പിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ പത്മോസിനകത്ത് ദൈവം ആത്മാവിൽ ഒരുവനെ ബലപ്പെടുത്തുകയാണ്.
ചില വെളിപ്പാടുകൾ അവിടെ വെച്ച് കൈമാറുകയാണ്, ചില ശബ്ദങ്ങൾ അവിടെ വെച്ച് കൈമാറുകയാണ്. എന്താ ഇതിനർത്ഥം? ഇത് ലോകം കേൾക്കാൻ പോകുന്നതല്ലേ? ആമേ, ലോകം കേൾക്കാൻ പോകുന്നവൻ ആമേന് ഒരു വഴിയുമില്ലാതെ അടഞ്ഞെടുത്ത് കിടക്കുന്നെങ്കിൽ എന്ന് പറയാം, നിന്നെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് ഇത് നിന്നെ കൊണ്ട് എഴുതിപ്പിക്കാം, ഇത് നിന്നെ കൊണ്ട് പുറത്ത് പറയിപ്പിക്കാം, ദൈവം നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും എന്നല്ലേ അതിനർത്ഥം. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന യോഹന്നാന്റെ വെളിപ്പാട് എന്ന് പറയുന്ന ഈ മഹാപുസ്തകം, ഏത് പുസ്തകത്തിനകത്ത് ഒടുവിലത്തെ പുസ്തകം. ആവേശത്തും അന്ന് അവിടെ യോഹന്നാൻ ഒടുങ്ങിപ്പോയെങ്കിൽ ഇത് പുറം ലോകം അറിയില്ലായിരുന്നു. പക്ഷേ അവൻ കണ്ട വെളിപ്പാടും അവൻ പ്രാപിച്ച ദൈവശക്തിയും അവന് കിട്ടിയ ആമേശ്വരം ദൈവകൃപയും സഭകളോടുള്ള ദൂതും സ്വർഗീയ വെളിപ്പാടുകളും പറയുവാൻ അർത്ഥം അവൻ ഈ പുസ്തകം എഴുതിയെങ്കിൽ യോഹന്നാനെ അതിനകത്ത് നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നതല്ലേ? ആമേശ്വരം ഹല്ലേലൂയ. ഒന്നുകിൽ ആരെങ്കിലും അടുത്തയാളെ കൊണ്ടുവന്ന സമയത്ത്, അല്ലെങ്കിൽ യോഹന്നാൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ ആമേശ്വരം നീറോ ചക്രവർത്തി ആളെ വിട്ട സമയത്ത് യോഹന്നാൻ ആമേശ്വരം വായിച്ച വചനം പോലെ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്ക വണ്ണം നിന്റെ വായിക്ക് നന്മ വരുത്തി തൃപ്തി വരുത്തി ആമെ ബലപ്പെടുത്തി ആമനെ അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് ദൈവം. ഇത് കണ്ട ഒരു കാര്യം മനസ്സിലായി. ആമെ പൗലോസിനെ വെടിവെച്ച ദൈവം പല പ്രതികൂലങ്ങളുടെ നടുവ്, പ്രതിസന്ധികളുടെ നടുവിൽ ആമൻ അവര് ചത്തൊന്ന് പറഞ്ഞ് കളഞ്ഞുപോയ സ്ഥലത്ത് ആമെ പൗലോസിനെ ജീവനുള്ളവനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയതുപോലെ ആമേശ്വരം യോഹന്നാന്